ധൈര്യത്തിൻ്റെ ഭാഷയാണ് ഭഗവത്ഗീതയ്ക്ക്. ആശയത്തെളിച്ചത്തിൻ്റെ ഭാഷയാണ് ഭഗവത്ഗീതയ്ക്ക്. ഉത്സാഹത്തിൻ്റെയും ഉണർവിൻ്റെയും ഊക്കിൻ്റെയും അദമ്യതയുടെയും ഭാഷയാണ് ഭഗവത്ഗീതയുടേത്. അർജുനത് ശരിയായ യുദ്ധമായിരുന്നു. നമ്മുടെ യുദ്ധം ജീവിത രംഗമാണ്, നിത്യജീവിതമാണ് നമ്മുടെ പടപൊരുതൽ. അതിൽ പല വിധത്തിലുള്ള വെല്ലുവിളികളുമുണ്ട്, അമിതമായ ആകർഷണങ്ങളുണ്ട്, ഉത്കടമായ വികർഷണങ്ങളുമുണ്ട്. ഈ ആകർഷണ വികർഷണങ്ങൾ നമ്മുടെ മനസ്സിനെ ഊഞ്ഞാലാടിക്കുകയാണ്, പിച്ചി ചീന്തുകയാണ് ചെയ്യുന്നത്. അർജുനനെ ചീന്തിയതുപോലെ. എത്ര വലിയ വില്ലാളി വീരനാണ്! തൻ്റെ ഇഷ്ടപ്രകാരം മഹാഭാരത യുദ്ധം പാശുപതാസ്ത്രത്തോടും ഗാണ്ഡീവത്തോടും കൂടി ചെന്ന് പൊരുതി തൻ്റെ തൊപ്പിക്ക് കൂടുതൽ കൂടുതൽ തൂവലിടണം എന്ന് പറഞ്ഞ് മോഹത്തോടുകൂടി, ആശയോടുകൂടി, അത്യാശയോടുകൂടി പോയ അർജുനൻ നിമിഷങ്ങൾക്കകം തേർത്തളത്തിൽ ഇരുന്നതാണ് രംഗം. ആ ഇരുന്ന അർജുനനെ വാങ്മഹിമ കൊണ്ട് ഉത്സാഹപ്പെടുത്തി, ആശയത്തെളിച്ചമുണ്ടാക്കി, സംശയങ്ങൾ തീർത്ത്, സ്ഥൈര്യം പ്രദാനം നൽകി, നിവർന്നു നിൽക്കാനും അമ്പും വില്ലും എടുക്കാനും പടപൊരുതാനും വിജയിക്കാനും സാധിപ്പിച്ച മഹാശബ്ദമഹിമയാണ് ഈ ഭഗവത്ഗീത. ഭഗവത്ഗീത മതപുസ്തകമല്ല, മതകാര്യങ്ങൾ പറയാനുള്ളൊരു അവസരമോ രംഗമോ അല്ല. പടക്കളത്തിൽ ശരവിസർജനം ചെയ്യാൻ തുടിച്ചു നിൽക്കുന്ന സമയത്താണ് ഗീത ഉപദേശിച്ചത്. മതോപദേശമാണെങ്കിൽ വനവാസക്കാലത്ത് കൃഷ്ണന് സംസാരിക്കാമായിരുന്നില്ലേ? അവിടെ പടയായിരുന്നു വിഷയം. ആരാ പട ചെയ്യുക? ഭരിക്കുന്ന സർക്കാരാണ് ചെയ്യുക, ജനങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. അതാണ് ഏറ്റവും ഉത്കടമായിരിക്കുന്ന മനുഷ്യ വൃത്തി. ഉത്കടം. ഇന്നത്തെ കാലത്ത് വെടിയുണ്ടയുടെ മുമ്പിലേക്കാണ് ഈ പടയാളികൾ പോകുന്നത്. വെടിയുണ്ട തുപ്പിക്കൊണ്ടാണ് അവർ പോകുന്നത്. വെടിയുണ്ട കൊണ്ട് എതിരാളികളെ കൊല്ലാനും വെടിയുണ്ട ഏൽക്കാനും വേണ്ടി പോവാണ്. അതിന് ഈ ഭഗവത്ഗീത സഹായിച്ചു, പ്രേരിച്ചു, സമാധാനം നൽകി എന്നുണ്ടെങ്കിൽ അതിൻ്റെ കീഴിലെ നമ്മുടെ എല്ലാ സമ്പർക്ക വൈഷമ്യങ്ങളുമുള്ളൂ, വെല്ലുവിളികളുള്ളൂ. The most severe form of human activity is warfare. If Bhagavad Gita could give a clarity, a purpose, the necessary resolve and determination to fight the unprecedented Mahabharata war, that Upadesha, that instruction will be able to resolve all your interactional problems of the day. അതിൻ്റെ കീഴിലാണ് ബാക്കി എല്ലാ സമ്പർക്കങ്ങളും. നിങ്ങളുടെ സമ്പർക്കങ്ങൾ എവിടെയാണ്? സ്വന്തം കുടുംബത്ത്, ഉദ്യോഗസ്ഥലത്ത്, സമാജമധ്യേ. ഡൊമസ്റ്റിക്, പ്രൊഫഷണൽ ആൻഡ് സൊസൈറ്റൽ ഫ്രണ്ട്സ്, ഇങ്ങനെ മൂന്നെണ്ണേ ഉള്ളൂ. നിങ്ങളുടെ സമ്പർക്കം വ്യക്തികളോടുകൂടി, സ്ഥലങ്ങളോടുകൂടി, സാഹചര്യങ്ങളോടുകൂടി. എവിടെയായാലും ഇത് മൂന്നേ ഉള്ളൂ: പേഴ്സൺസ്, പ്ലേസസ് ആൻഡ് ഈവൻറ്റ്സ്. അവിടെ എവിടെയായാലും ഈ സമ്പർക്കത്തെ ഭംഗിയായി, വിവേകപൂർവം, സ്ഥൈര്യത്തോടുകൂടി, പതറാതെ, ഉലയാതെ, കുലുങ്ങാതെ, തകരാതെ, തരിപ്പണമാകാതെ നേരിടാൻ പറ്റിയ തരത്തിലുള്ള ഒരു പോക്കാണിത്. ഇതിഷ്ടപ്പെടാത്തവർ, അമ്മയ്ക്ക് ജനിച്ച ഒരൊറ്റ കുട്ടി ഉണ്ടാവില്ല ഭൂമണ്ഡലത്തിൽ.